എന്നാ നല്ല മധുരം ഉണ്ടല്ലേ. നമുക്ക് പോകുമ്പോ കുറച്ച് പറിച്ചോണ്ട് പോണേ. അപ്പച്ചിയുടെ വീട്ടിൽ വരണേ. നമുക്ക് പോയി അവിടെ നിന്നിട്ട് വലിയാപ്പായൊക്കെ കണ്ണ് പരിചയപ്പെടണ്ടേ. വലിയാപ്പായൊക്കെ അങ്ങ് സോപ്പിട്ടെടുക്കണം കേട്ടാ. അപ്പച്ചി കൊണ്ടുവന്നിട്ട് പറയണം, അവിടെ ചെന്നിട്ട് വലിയപ്പാന്നൊക്കെ വിളിച്ച് സ്നേഹത്തെ അങ്ങ് പെരുമാറണം കേട്ടാ. വലിയപ്പ ആദ്യമൊക്കെ ചെറിയ ഇതൊക്കെ കാണിക്കും, കുഴപ്പമില്ല. മോൻ്റെ വലിയപ്പ പാപ്പാടെ ദേശീയ വാശിയൊക്കെ ഉള്ള വലിയപ്പായാണ്. എനിക്കത് മാങ്ങയും കൂടെ പറിക്കണം. ഇവിടെ തോട്ടം ഉണ്ടാക്കളെ. അവിടെ ഇക്കാമാരുണ്ട് കളിക്കാൻ. അവരൂടെ പോയി ഫുട്ബോളൊക്കെ കളിക്കാം. മോനിക്കായും മോനിക്കും വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. പിന്നെ അപ്പച്ചി മോനെ ബീച്ചിലൊക്കെ കൊണ്ടുപോകാം കേട്ടാ. പാപ്പയൊന്ന് വിളിച്ച് നമുക്ക് സംസാരിക്കാം പോകുന്ന കാര്യത്തെക്കുറിച്ച്. നീ വേണോ? എനിക്ക് മീനും കിട്ടിയില്ല. അയാൾ പോകുന്ന സമയം. വന്ന ഉമ്മ ഈ വെയിലത്തോടെ പോന്ന്? ഇതാ മീൻ വരുമെന്ന് പറഞ്ഞതാ, മീൻകാരനെ നോക്കാനായിട്ട് ഇറങ്ങിയത്. ഞാൻ നിന്നെ വിളിക്കാനായിട്ട് ഇരുന്നതാ, നീ വന്നല്ലേ. കാര്യമൊക്കെ ഉണ്ട് പറയാൻ. അവിടെ എങ്ങനെ ഉണ്ട്? എങ്ങനെ ഉണ്ട്? ഉമ്മാളുടെ സന്തോഷാർത്ഥ പറയാനും കൂടെ ഞാൻ വന്നത്. എന്താ? റംസി കുറച്ച് എഴുന്നേറ്റ് ഇങ്ങനെ പിടിച്ചു നിന്ന്. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു ശരിയാവും പറയുന്നു. ശരിയാവും. കുറച്ച് ദിവസം കൂടെ ചികിത്സ നടത്തേണ്ടി വരും. ഞാൻ അത് ഉമ്മടുത്ത് പറയാനാ വന്നത്. അപ്പൊ അത് സന്തോഷമായി. പിന്നെ ഉമ്മായിക്ക് ഒരു സന്തോഷ വാർത്തയാ പറയാനുള്ള. ഒന്നല്ല രണ്ട്. എന്താ അമ്മ? നീ വാ, എന്തായാലും വാ. വലിയമാരോട്ട് സംസാരിക്കുന്നു. വാ അതോട്ട് വാ, നമുക്ക് അടുത്ത് പിന്നെ പിച്ച. എന്താ പറ, സന്തോഷം എന്ന് പറഞ്ഞ എന്താ? പറയാ മോളെ, മോളെ നീ വാ. നീ കാത്തിരുന്ന ആള് വന്ന്, ഞാൻ വിളിക്കാതെ തന്നെ വന്ന്. ഷിജി നീ? സോറിക്കാ, ഇന്നലെ പറഞ്ഞതിനൊക്കെ. എന്റെ അറിവില്ലായ്മ കൊണ്ടാ, എന്നോട് ക്ഷമിക്കണം. അവള് ഇന്നലെ വന്നടാ. നീ ഇന്നലെ അവളെ പോയി പൈസ വെച്ചാ? ബില്ലടച്ചാ നീ? അത് ബില്ലുമ്മ ഞാൻ അത് അടയ്ക്കാമ്മ. അത് നിന്റെ അടയ്ക്കാൻ ഇല്ലെന്നൊക്കെ എനിക്കറിയാം. പിന്നെ നിങ്ങൾ അമ്മി എന്തൊക്കെയോ പറയാനും സംസാരിക്കാനും ഒക്കെ ഉണ്ട്, അതൊക്കെ പറയാം. അതിനുമുമ്പ് മോളെ ഞാൻ എടുത്തിട്ടോ. എന്താ അമ്മ? അതാ രണ്ടാമത്തെ കാര്യം. എടുക്കാമോ? അവൾക്ക് ഇന്നലെ ഭയങ്കര വിഷമമായടാ. നിന്നോട് വന്നിട്ട് തരത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് എൻ്റെ കുഞ്ഞിന് മനസ്സേറ്റില്ല. അവൾ അക്കൗണ്ടിൽ കിടന്ന് 2 ലക്ഷം രൂപ എടുത്തുകൊണ്ട് അവൾ വന്ന് നിന്റെ തരാൻ പറഞ്ഞ് ഇന്നലെ എന്നിട്ട് പോവാൻ നിന്നാ. ഞാൻ പറഞ്ഞ് പറ്റത്തില്ല, നീ തന്നെ കൊടുത്താൽ മതിയെന്ന്. എന്തായാലും നിങ്ങൾ സഹോദരങ്ങളല്ലേ, നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊന്നും ഇനി വെച്ചോണ്ടിരിക്കണ്ട. എനിക്ക് പിണക്കമൊന്നുമില്ല അമ്മ. അതെങ്കിൽ നിങ്ങൾ പറഞ്ഞു തീർക്കണ്ടേ. ഉമ്മ എവിടെ ഇരിക്കുന്ന? അവിടെ ഉണ്ട് മോളെ. അലമാരിക്കകത്ത് ഇരിപ്പുണ്ട്. അതിന്റെ ചാവി എവിടെ? ചാവി അതിന്റെ മോളിൽ തന്നെ ഇരിപ്പുണ്ട്. മോളിഞ്ഞ് എടുത്തിട്ട് വാ. 2 ലക്ഷം രൂപ ഉണ്ട്. നീ കൊണ്ടുപോയി ബില്ലടക്കേ. വാങ്ങിച്ചുകൊണ്ട് പോയി ബില്ലടച്ചു കഴിഞ്ഞാ അത്ര ആയില്ലേ മോളെ. ഷിജി അവള് ചെറുതായിട്ട് പിടിച്ച് നിന്നെന്ന് മോളെ. അതുകൂടെ പറയാനാ വന്നത്. അത് ഞാൻ പറയാൻ മറന്നുപോയി അവളെടുത്ത് ഇത്രയും സന്തോഷം പറഞ്ഞപ്പോ. അപ്പൊ എനിക്കൊരു പ്രതീക്ഷയൊക്കെ തോന്നുന്നു മോളെ. ഞാൻ വിചാരിച്ചില്ല ഇവിടുന്ന് കൊണ്ടുപോകുമ്പം പോലും ഇത്രയും ചെയ്തിട്ട്. എനിക്കൊന്ന് വന്ന് കാണണം മോനെ. ഞാൻ നാളെ വല്ലതും വരാട്ടാ. ഞാനൊരു ഷിജിയും കൂടെ വരാം. അത് അവൾക്കൊരു സന്തോഷം. മക്കളെയും കൊണ്ട് വരാട്ടാ. നീ ആഹാരമെല്ലാം കഴിച്ചായിരുന്നാ? ഉമ്മ ഇത് നിങ്ങൾ തുറന്നിട്ടായിരുന്നാ?
ഇത് ഞാൻ 4 കെട്ടല്ലേ വെച്ചിരുന്ന, ഇപ്പൊ 3 കെട്ടേ കാണാനുള്ളു. അവിടെ കാണും, നീ പോയി നോക്കേ. ആ ഞാൻ എടുത്തില്ല മോളെ, ഞാനത് അവിടെ കൊണ്ടുവച്ചെന്ന അതേ കണക്ക് വെച്ച്. അല്ലമ്മ പിന്നെ എവിടെ പോയി? നിങ്ങൾ ഇവിടെ കൊണ്ട് വെച്ചപ്പോ വീണാ? ഇല്ലടി, നീ തന്ന കവർ ഞാൻ അപ്പോഴേ കൊണ്ട് അലമാരി വെച്ചതാ. മോള് നോക്ക്, 50,000-ന്റെ 4 കെട്ട് 2 ലക്ഷം രൂപ. മോളെ ഞാൻ തുറന്നു പോലും നോക്കിയില്ല. നോക്കിയില്ലായിരുന്നു അവിടെ വെച്ച്? ഞാൻ ഇവിടെ വെച്ച് നോക്കിയായിരുന്നു. ഞാൻ അപ്പോഴേ കൊണ്ടിച്ച അലമാരിക്കകത്ത് നോക്ക്. ഞാൻ നോക്കട്ടെ. ആ ഇവിടെ ഇല്ല. നീ നോക്കുവല്ലോ. ഞാൻ ഇത് നോക്കിയല്ലേ, 3 കെട്ടേ ഉള്ളത്. ഇല്ല പെണ്ണ് തൂക്കാനങ്ങനെ വന്നപ്പോ അലമാരിന്നാണ് വീണു പോയോ? അടിക്ക് തുണി അങ്ങനെ കൊണ്ടുവച്ചപ്പോ അലമാരിന്നാണ് വീണു പോയെന്ന് അറിയത്തില്ല. ആ പെണ്ണെ ഒന്ന് വിളിച്ച അൽഫിയെ. ആ പെണ്ണെവിടെ? അൽഫി, അൽഫി, ഇവിടെ കാണുന്നില്ല പെണ്ണെ. അവിടെ ഇല്ലേ? അടുക്കള ഇല്ലെങ്കിൽ ജമീലായിട്ട് സംസാരിക്കാൻ പോയി കാണും. മോൾ അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് അൽഫി അൽഫി എന്ന് വിളിച്ചാൽ മതി. പുറത്ത് അവിടെ നിന്ന് വിളിച്ചാൽ മതിയോ? വരുമോ? പരിസരത്ത് ജമീലായ വേറെ ആരൊക്കെ ഉണ്ട് കൂട്ടുകാരികൾ, അവരുമായിട്ട് സംസാരിക്കാൻ പോയി കാണും. ഓ ആ ഞാൻ പോയി വിളിക്കാം. ഇരി, എന്തായാലും ഇരി. മോള് പോയി വിളി. മോൾ വിളിക്കുന്നെന്ന് പറ, പെട്ടെന്ന് വരാൻ പറയേ. ഓ ആയിട്ട് ഞാൻ പോയി വിളിച്ചേനെ ആയിരുന്നടാ. എന്തായാലും സന്തോഷമായി. എൻ്റെ പൊന്നുമോനെ, എൻ്റെ കുഞ്ഞു വാപ്പായ്ക്ക് ദേഷ്യമൊന്നും ഇല്ല. നീ ഇനി വാപ്പായ ദേഷ്യയാന്നും പറഞ്ഞ് അങ്ങോട്ടൊന്നും പോയൊന്നും ഇരിക്കരുത്. വാപ്പാടെ വെറുപ്പൊന്നുമില്ല. വാപ്പായി ഇന്നലെ വിളിച്ചിട്ട് മോളം ഉപദേശിച്ചാണ് ഇങ്ങോട്ട് വിട്ടത്. അത് എനക്ക് അളിയനും ആർക്കും ഇല്ല. എല്ലാരും നല്ല ബന്ധത്തിൽ പോണം, അതാണ് ഉമ്മയുടെ ആഗ്രഹം. അവിടെ ഒന്നുമില്ല. പിന്നെ ആ പെണ്ണ് എവിടെ പോവാൻ? മോള് ചിലപ്പോ എടുത്തപ്പോ അങ്ങനെ അലമാരിന്ന് വീണു പോയി കാണും. മോൾ ഒന്നുകൂടെ അലമാരിയിലൊന്ന് പോയി നോക്ക്. ആ തുണി അങ്ങനെ തട്ടിയിട്ടപ്പോ കാണും. ഞാൻ ഒന്നുകൂടെ അലമാരി ഒന്ന് നോക്കട്ടെ. എനിക്കിത് ഉയരെരിയുന്നു. നീ ഒന്ന് നോക്ക്. നീ എന്റെ തരികയും ചെയ്ത്, ഞാൻ എണ്ണിയതുമില്ല പറക്കിയതുമില്ല. ഞാൻ അതേ കണക്ക് കൊണ്ട് അലമാരി വെച്ചതാ. എടാ അങ്ങനെ അവൾ ഉച്ച കഴിഞ്ഞപ്പോ ഇവിടെ വന്ന് നീ എങ്ങാണ്ട് വന്ന് ചോദിച്ചു. കഷ്ടന്റെ കുഞ്ഞ് അവിടെ ചെന്നപ്പോ വാപ്പ കുറെ വഴക്ക് പറഞ്ഞു. അവളെ ഭർത്താവ് കുറെ വിളിച്ച് വഴക്ക് പറഞ്ഞു. നീയല്ലേ ഇപ്പൊ സഹായിക്കാവുള്ളെന്ന്. അവള് ബാങ്കിൽ പോയി പൈസ എടുത്തോണ്ട് വന്ന്. അപ്പൊ എന്നിട്ട് ഇന്നലെ പോവാന്ന്. ഞാൻ പറഞ്ഞു പോവണ്ട, നീ പോയാൽ ശരിയാവത്തില്ല. അവനെ നിങ്ങൾ തമ്മിലുള്ള പിണക്കം മാറ്റിയിട്ട് പോയായിരുന്നു. ചെറിയൊരു ചമ്മലുണ്ട്, പിണക്കമൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടാ വയ്യാത്ത നിന്നെ എന്തൊക്കെയോ പറഞ്ഞു എൻ്റെ. അതൊക്കെ മോനെ കാണാ. അമ്മ അവിടുന്ന് ഒരു കത്ത് കിട്ടി. എന്താ കത്ത്? വായിക്കാം. ഉമ്മായി ഇക്കായി അറിയാൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളുടെ ഈ പൈസയിൽ നിന്ന് 50,000 രൂപ ഞാൻ എൻ്റെ ആവശ്യത്തിനായിട്ട് എടുത്ത് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. എൻ്റെ കുഞ്ഞിന് സുഖമില്ലാത്തതാണ്. ജന്മനാ തന്നെ അവനിക്ക് ഹാർട്ടിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഇന്നലെ ഡോക്ടർ പറഞ്ഞത്. എനിക്ക് ഇത്രയും പൈസ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനാൽ മാത്രമാണ് ഞാൻ ഈ 50,000 രൂപ ഇതിൽ നിന്ന് എടുത്തത്. ഉടൻ തന്നെ ഞാനിത് തിരിച്ചു തരാം. എനിക്ക് വിദേശത്തൊരു ജോലി ശരിയായിട്ടുണ്ട്. എൻ്റെ മോന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയുള്ളൂ. അവനെ ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയാ, അവനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. എൻ്റെ കുഞ്ഞ് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം കൊണ്ടാണ് ഞാൻ ഇക്കായോട് പോലും വളരെ മോശമായി പെരുമാറിയത്. എന്നോട് ക്ഷമിക്കണം. ഇക്കായ പറ്റിച്ച് കുറച്ച് പൈസ ഒപ്പിക്കാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എൻ്റെ കുഞ്ഞിന്റെ ജീവന് വേണ്ടിയാണ്. അവൻ മാത്രമാണ് എനിക്കുള്ളത്. ഇമ്മായും ഇക്കായും എന്നോട് ക്ഷമിക്കണം. റംസീത്തായോട് പറയണം ഞാൻ ഇത്തായെ ചതിച്ചതല്ല, എന്നോട് ഒരു ദേഷ്യം വെക്കരുതെന്ന്. എന്നെ അന്വേഷിച്ച് വരരുത്. എനിക്ക് വിദേശത്ത് ജോലിക്ക് പോകാനാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കരുത്.
എനിക്ക് പിന്നെ എൻ്റെ ജോലിക്ക് പോകാൻ കഴിയത്തില്ല. ജോലിക്ക് പോയിട്ട് ഞാൻ ഇത് തിരിച്ചു തരും. അധികം താമസിക്കത്തില്ല. എന്നോട് ക്ഷമിക്കണം. ഇപ്പോഴെങ്ങും എന്നെ വിളിക്കുകയും ചെയ്യരുത്. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ പോലും ഇല്ലാത്തയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഞാൻ ചെയ്ത വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പോവാണ്. നിങ്ങളുടെ ഈ പൈസ ഞാൻ ഉടൻ തന്നെ തിരിച്ചു തരും എന്ന് സ്നേഹത്തോടെ ക്ഷമ ചോദിച്ചുകൊണ്ട് അൽഫിയ. അവൾ ഇത്ര വലിയ ആവശ്യക്കാരിയായിരുന്നു. നമ്മളോട് ഒരു വാക്ക് പറഞ്ഞ ശരിയാ, നമ്മളെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് കേസ് കൊടുക്കാമ്മ. അവൾ അങ്ങനെ പറ്റിച്ചോണ്ട് പോയതല്ലേ, അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. ഇക്കായ്ക്ക് ഇപ്പൊ ആവശ്യമുള്ള പൈസയല്ലേ. നമ്മൾ ഈ പൈസക്ക് എന്ത് ബുദ്ധിമുട്ടിയതാ? വേണ്ട വേണ്ടോ വേണ്ട അവളെ, പോന്ന പൈസ പോട്ട്. അതും കേസും കാര്യത്തിനും ഒന്നും പോണ്ട. എങ്കിൽ പിന്നെ ഉമ്മാടെ ഇഷ്ടം പോലെ. വേണ്ട ഷീജി, കേസൊന്നും കൊടുക്കണ്ട. പൈസയ്ക്കല്ല, ഒരു ചികിത്സയുടെ ആവശ്യത്തിലല്ലേ എടുത്തത്. ആ പെണ്ണ് കൊണ്ടുപോയി ചെയ്യുന്നെങ്കിൽ അത് ചെയ്യട്ടെ. എൻ്റെ കയ്യിൽ ഇതിനു മുമ്പ് പൈസ ചോദിച്ചിരുന്നു. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനും കൊടുത്തില്ല. 2 മാസത്തെ ശമ്പളം നേരത്തെ എൻ്റെ നിന്ന് വാങ്ങുകയും ചെയ്തായിരുന്നു. പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാവും. നീ കേസൊന്നും കൊടുക്കണ്ട. പോട്ടോളെ, ഒരു പെണ്ണല്ലേ, അതിനുവേണ്ടിയായിരിക്കും ഈ കിടന്ന് കാണിച്ചൊക്കെ കൂട്ടിയത്. അതുകൊണ്ടല്ലേ മോളെ ഒരു വീട്ടിലെ വേലക്കാരിയായിട്ട് വന്ന് നിന്നത്. പോട്ട്, ആ പൈസ എങ്ങനെയെന്നില്ല നമുക്ക് കിട്ടും. അവള് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. പോട്ട്, മോന്റെ ആവശ്യത്തിന് ഇപ്പൊ ഈ പൈസ മതിയാവോ? മതിയാവുന്നുണ്ട്. കുഴപ്പമില്ല, അവള് തരുമ്പോ തരട്ടെ. നീ ചെല്ല്, അവളെ അടുത്ത് നിന്ന് സംസാരിക്കും. ഉമ്മായിക്ക് അത് കണ്ടാ മതി. വേണ്ട മോളെ, കേസിനൊന്നും പോണ്ട. അവൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടാണല്ലോ എടുത്തോണ്ട് പോയത്. അവളിവിടെ അങ്ങനെയാണ് കുറെ കാട്ടിക്കൂട്ടിയത്. നീ കേസിനൊന്നും പോണ്ട. ഈ പെണ്ണിന് എൻ്റെ അടുത്തൊരു വാക്കെങ്കിലും പെണ്ട കാര്യങ്ങൾ പറഞ്ഞുകൂടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം എന്തൊക്കെയോ പറഞ്ഞു. ഇത്രയും മനസ്സിൽ വിഷമം വെച്ച പെണ്ണായിരുന്നു. അവള് പൈസ തന്നില്ലേ, ഞാനെങ്കിലും ഒപ്പിച്ചു തരാം. അല്ലക്കാ, ഞാൻ പൈസക്ക് വേണ്ടിയൊന്നും അല്ല പറഞ്ഞത്. അതൊരു കള്ളത്തരം അല്ലേന്ന് വെച്ച് പറഞ്ഞതാ. നമുക്ക് പോയത് ആ പൈസ അല്ലേ, കുഴപ്പമില്ല. നീ പോകുമ്പോഴ് എന്തായാലും റംസീത്തായിക്ക് സുഖമല്ലേ? സുഖം, ഒരാഴ്ച എടുക്കും വരാൻ. പിന്നെ ഞാനും ഉമ്മായും കൊണ്ടും മക്കളെയും കൊണ്ട് പോവുക. പാപ്പ ഒന്ന് കാണട്ടെ, മക്കളൊക്കെ ആയിട്ടൊന്ന് സഹകരിക്കട്ടെ. പാപ്പായ്ക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് അല്ലേ അമ്മ? പാപ്പായ്ക്ക് മക്കളെ കാണണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ഇല്ല, കല്ല് മനസ്സ് പുറമേ കാണിക്കുന്നതേ ഉള്ളു കേട്ടാ. അപ്പം നമ്മൾ അതൊക്കെ അങ്ങ് ഉരുകി അങ്ങ് തീരും. ഒരു ദേഷ്യമൊക്കെ. റംസീത്ത വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വരാം. റംസിയെ കൊണ്ടുവരുമ്പോഴും നീ വിഷമിക്കണ്ട. ഞാൻ കുറച്ച് ദിവസം അവിടെ അയക്കാം. ഷിജി വന്ന് നിൽക്കും. ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കും. നീ ആ കാര്യത്തിൽ ഒന്നും വിഷമിക്കണ്ട. അതിനുമ്പോ നമുക്ക് വീടൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് കൊടുക്കാം. ഞാൻ നോക്കിക്കോളാം. സമാധാനപ്പെട്. ഞങ്ങൾ വീട്ടിൽ പോവുകയാണേ. ഞാനും മക്കളും കൂടെ വീട്ടിൽ പോയി നിന്നിട്ട് റംസി വരുന്നതിന്റെ തലേന്ന് ഇഞ്ഞ് വരാം. അവിടെയും കുഞ്ഞുങ്ങളൊക്കെ അല്ലേ ഉള്ളു. പാപ്പായും മക്കളുമായിട്ടൊക്കെ കുറച്ച് ദിവസം ഒന്ന് നിൽക്കട്ടെ. പാപ്പായ്ക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പിന്നെ പറയാത്തതാ വാശിയൊക്കെ കൊണ്ട്. ഫുഡ് എടുത്ത് വെക്ക് ചേച്ചി. ഞാൻ നിന്നോട് ചെയ്ത തെറ്റിനൊക്കെ എനിക്ക് മാപ്പ്. ഇക്ക മാപ്പൊന്നും ചോദിക്കണ്ട. എനിക്കൊരു വിഷമമില്ല. അതൊക്കെ ഞാൻ കളഞ്ഞ്. ചിലപ്പോ എന്തെങ്കിലും ഞാൻ ഇക്കായോട് മാപ്പ് ചോദിക്കേണ്ടത്. എനിക്കൊരാപത്തിന് നീയല്ലേ നീ ഉണ്ടായിരുന്നല്ലോ സഹായിക്കാൻ. അതെന്റെ കടമയല്ലേ, ആ സാരമില്ല. നമ്മൾ ചെയ്യേണ്ടതല്ലേ, പരസ്പരം നമ്മൾ സഹായിക്കേണ്ടതല്ലേ. സോറിടാ. സാരമില്ലെന്ന് ഉമ്മ പറഞ്ഞു കൊടുത്തേ. കൊച്ചു പിള്ളേരെ കണക്കിക്കുന്നത്. നമ്മളെ രണ്ടുപേരെയും ഭാഗത്തുണ്ട് തെറ്റ്.